അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇമാം സൗരി റളിയല്ലാഹു അൻഹു രണ്ടാലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ മഹാന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇൽമുകൾ ചർച്ച ചെയ്യുകയാണല്ലോ. അങ്ങനെ അവർ ഇൽമ് ഏതോ ഒരു വിഷയം, ഏതോ ഒരു മസ്അല ഇങ്ങനെ ചർച്ച ചെയ്തു ഏതുവരെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരഭിപ്രായം മറ്റൊരഭിപ്രായത്തിലേക്ക് എത്തിപ്പെട്ടു. രണ്ടാളും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണല്ലോ ഇമാമിങ്ങൾ. അവരുടെ ഭാഗത്തുള്ള വാദത്തിന് അവർ വേണ്ടതുപോലെ വെറുതെ തർക്കിക്കുകയല്ല, അവരുടെ കയ്യിലുള്ള തെളിവുകളെ കൊണ്ട് രണ്ടാളും ഇങ്ങനെ വാദിക്കുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദും അവിടുത്തെ വാദത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുകയും ഇമാം സൗരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വാദത്തിൻ്റെ മേലും ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ തർക്കം രണ്ടാളും ഒരു വിഷയത്തിൻ്റെ മേൽ ഒരഭിപ്രായത്തിൻ്റെ മേൽ നിൽക്കാതെ വന്നപ്പോൾ ആ തർക്കം അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ തർക്കമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കരയുകയാണ്, ബേജാറാവുകയാണ്. ഇത് കണ്ട് ബഹുമാനപ്പെട്ടവർ ഇമാം സൗരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ അരികിൽ പോയി, എന്തേ ബേജാറാകുന്നത്, എന്തൊരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ സ്വഭാവം കാണണം, എന്തൊരു ആ തെരിച്ചുമുള്ള ഹൃദയമാണ്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് വല്ലാത്ത ബേജാറാണ്. നമ്മളിങ്ങനെ തർക്കിച്ചപ്പോൾ എന്നോട് നിങ്ങൾക്ക് വിഷമമായി പോയോ? എനിക്ക് നിങ്ങളോട് എതിർ പറയേണ്ടി വന്നില്ലേ? അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്, ബേജാറുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും നിങ്ങളെ ആക്ഷേപിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല, നിങ്ങളെ എതിർക്കണമെന്ന് കൊതിച്ചിട്ടല്ല. എൻ്റെ വാദം എനിക്ക് ശരിയെന്ന് തോന്നി, അതിന് തെളിവും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെ തോൽപ്പിക്കണം, നിങ്ങളെ നിസാരപ്പെടുത്തണം, അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമല്ല. പക്ഷേ നമ്മൾ രണ്ട് അഭിപ്രായത്തിലായിപ്പോയില്ലേ, അതെനിക്ക് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട്, ബേജാറുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സൗരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നമ്മൾ സംസാരത്തിലോ നമ്മൾ തമ്മിലോ വൈരാഗ്യമോ അതൊന്നുമല്ലല്ലോ. നിങ്ങളിൽ കയ്യിലുള്ളതിനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തി അതങ്ങനെ ചെയ്യേണ്ടതാണ്. എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ സ്ഥിരപ്പെടുത്തി, അത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളൊന്നും ഹസദ് വെച്ചോ വൈരാഗ്യം കാണിച്ചോ ദേഷ്യം വെച്ചോ ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്നില്ലല്ലോ. അത് നമുക്കൊന്നും യോജിച്ചതല്ലല്ലോ. നമ്മളിടയിൽ അങ്ങനെ ഒരു തർക്കമോ ഒരു വേജാറോ ഒന്നും നമ്മളെ കയ്യിലില്ല. നിങ്ങൾ പറഞ്ഞതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഞാൻ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന്. അതൊരിക്കലും തെറ്റല്ല, അതൊന്നും വിഷമിക്കേണ്ട വിഷയമല്ല, അതങ്ങനെ തന്നെയാണ്. അങ്ങനെയാണല്ലോ ഇമാമിങ്ങൾ അഭിപ്രായങ്ങൾ ഇവിടെ മദ്ഹബുകളൊക്കെ ഉണ്ടായത്. അതിലൊന്നും ബേജാറാകേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സൗരി റളിയല്ലാഹു അൻഹു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്തിൻ്റെ പേരിലാണ് ബേജാറായത്? തൻ്റെ ഒരു കൂട്ടുകാരനിക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും വിഷമമായോ ബേജാറായോ? അവിടെ ബേജാറാകുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ചീത്ത പറയുന്ന ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അവരുടെ ഇടയിൽ തർക്കമുണ്ടായത് ദീനിന്റെ വിഷയത്തിലാണ്, ഇൽമിന്റെ വിഷയത്തിലാണ്. അങ്ങനെ ഇൽമിന്റെയും ദീനിന്റെ വിഷയത്തിലു പോലും എനിക്ക് ഒരു എതിർപ്പ്, എൻ്റെ അഭിപ്രായത്തിന് എതിർപ്പുള്ള ഒരാൾ വന്നുപോയല്ലോ, അയാൾക്ക് എന്തെങ്കിലും എൻ്റെ വാക്കിലൂടെ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടാകുമോ എന്നുള്ള ബേജാറാണ് ബഹുമാനപ്പെട്ടവർക്കുണ്ടായത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. എന്നെ കൊണ്ട് എത്രയോ ആൾക്കാർ ദീനിന്റെ വിഷയത്തിലല്ല, ഇൽമിന്റെ വിഷയത്തിലല്ല, എന്തെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ വിഷയത്തിലല്ല, എന്തോ ദുനിയാവിന്റെ വിഷയത്തിൽ എത്രയോ നമ്മളെ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം തൻ്റെ എതിരിൽ നിൽക്കുന്ന കൂട്ടുകാരനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണം, ഹസദ് കാണിച്ച് അല്ലെങ്കിൽ വൈരാഗ്യം കാണിച്ച് ദേഷ്യം കാണിച്ച് അവനെ എങ്ങനെയെല്ലാം തോൽപ്പിച്ച് സംസാരത്തിലോ മറ്റുള്ള പ്രവർത്തനങ്ങളിലോ അവനെ ബേജാറാക്കുന്ന, അവനെ വിഷമിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ തർക്കം കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ പേരിൽ
ഇന്നുവരെ നാം സംസാരിക്കാത്തവരാണ്, ഇന്നുവരെ നാം അവന്റെ ഭാഗത്തിലേക്ക് നോക്കാത്തവരാണ്. ഞാൻ വലിയൊരു ആളാണ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. റബ്ബ് എന്റെ കൂടെയാണ് എന്ന രീതിയിൽ വലിയ സന്തോഷിക്കുകയാണ്. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ദീനിന്റെ വിഷയത്തിൽ, ഇൽമിന്റെ വിഷയത്തിൽ ഒരു വിഷയം തർക്കിച്ച് തന്റെ അഭിപ്രായമാണ് സത്യമാണെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അവിടുന്ന് പേടിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് വന്നുപോയോ? നോക്കൂ, അവരുടെ ഈമാനും അവരുടെ ആ മനസ്സിന്റെ വിശാലതയും നമ്മുടെ ഈമാനും നമ്മുടെ കൽബിന്റെ ആ വല്ലാത്ത ചീത്ത സ്വഭാവം നാം ഒന്ന് വളരെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് വലിയ പാഠമാകേണ്ടതുണ്ട്. ഇതിൽ നിന്നൊക്കെ നാം ധാരാളം പഠിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ എന്നെ കൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല, ആരും ബേജാറാകാൻ പാടില്ല എന്ന വലിയൊരു പാഠം നാം പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല സ്വഭാവം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.